വയനാടിന്റെ വിവിധ ഭാഗങ്ങളിൽ ഭൂമിക്കടിയിൽ പ്രകമ്പനം. വൈത്തിരി ബത്തേരി താലൂക്കുകളിലെ പൊഴുതന, അച്ചൂരാൻ, അമ്പലവയൽ എന്നിവയിൽ പടിപ്പറമ്പ്, അമ്പുകുത്തി, കാരാറ്റിപ്പടി, മൈലാടിപ്പടി, ചോലപ്പുറം തുടങ്ങിയ പ്രദേശങ്ങളിൽ ഇടിവെട്ടുന്നത് പോലെ വലിയ ശബ്ദം കേട്ടുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. ജിയോളജി ഉദ്യോഗസ്ഥരും റവന്യൂ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി അമ്പലവയൽ GLP സ്കൂളിന് അവധി നൽകി. ഡാൻ കുര്യനും MG മിഥുനുമൊപ്പം PM ഷബീറും നമുക്കൊപ്പം ഉടൻ ചേരും. എന്തായാലും വയനാട്ടിലെ അമ്പലവയലിൽ വലിയ ശബ്ദം കേട്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന അമ്പുകുത്തി മലയ്ക്ക് സമീപത്തു നിന്നാണ് ഇടിമുഴക്കം പോലെയുള്ള വലിയ ശബ്ദം കേട്ടത്. ഡാൻ കുര്യൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഡാൻ, വയനാടിന്റെ നെഞ്ചിടിപ്പേറ്റി ഭൂമിക്കടിയിൽ നിന്ന് വലിയ മുഴക്കവും പ്രകമ്പനവും ഉണ്ടായെന്ന് നാട്ടുകാർ പറയുന്നു. ഇത്തരത്തിൽ പ്രകമ്പനമുണ്ടായെന്നുള്ളൊരു സ്ഥിരീകരണം വന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏറ്റവും പ്രധാനമായി എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? എന്തായാലും ആശങ്ക വേണ്ട, ജാഗ്രത മതി, അല്ലേ? തീർച്ചയായിട്ടും. അതായത് കഴിഞ്ഞ ദിവസം ഈ ചൂരൽമലയിൽ ഉരുൾപൊട്ടിയതിന് പിന്നാലെ തന്നെ സ്വാഭാവികമായി അതിന്റെ പരിണിത ഫലമായി ഭൂമിക്കടിയിൽ ഈ പാളികളിൽ ഈ നേരിയ ചലനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത അടക്കം മുന്നിൽ കണ്ടിരുന്നു. ഇതടക്കമുള്ള മുന്നറിയിപ്പുകൾ നൽകിയിട്ടുമുണ്ട്. അതിന് പിന്നാലെയാണ് 11 ദിവസങ്ങൾക്ക് ഇപ്പുറം അമ്പലവയലിൽ നിന്ന് ഇങ്ങനെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം രാവിലെ 10:30 റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. 10:15 10:30 ഇടയിലാണ് ഇങ്ങനെയൊരു ശബ്ദം പ്രകമ്പനം ഭൂമിക്കടിയിൽ നിന്ന് ഉണ്ടായത് എന്നാണ് നാട്ടുകാരടക്കം വ്യക്തമാക്കിയത്. റവന്യൂ ഉദ്യോഗസ്ഥരെ വിവരം ധരിപ്പിക്കുകയായിരുന്നു. തുടർന്ന് റവന്യൂ ഉദ്യോഗസ്ഥർ ജിയോളജിക്കൽ സർവേ ഉദ്യോഗസ്ഥരുടെ സഹായം തേടിയിട്ടുണ്ട്. സ്വാഭാവികമായി അവർ കൂടി ഈ സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തുമ്പോൾ മാത്രമേ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ വ്യക്തമായ ഒരു ധാരണ കൈവരികയുള്ളൂ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരന്തഭൂമി സന്ദർശിക്കാൻ നാളെ ഇവിടേക്ക് എത്താനിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അമ്പലവയലിൽ നിന്ന് ഇങ്ങനെ ആശങ്കപ്പെടുത്തുന്ന ഒരു വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അതിനെ അതീവ ഗൗരവതരമായി തന്നെയാണ് ജില്ലാ ഭരണകൂടവും നോക്കിക്കാണുന്നത്. കളക്ടറേറ്റിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്ന സ്ഥിതിഗതികൾ വിലയിരുത്തും. എന്തായാലും സുരക്ഷാ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ഒരു മുൻകരുതൽ എന്നവണ്ണം മാത്രമാണ് പ്രദേശത്ത് നിന്ന് ആളുകളെ ഒഴിപ്പിച്ചിരിക്കുന്നതെന്നും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിൽ ഇല്ല എന്നുമാണ് പോലീസ് ഉദ്യോഗസ്ഥരും ജില്ലാ ഭരണകൂടവും വ്യക്തമാക്കുന്നത്. പക്ഷേ ജനങ്ങൾക്കിടയിൽ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അത് കൃത്യമായി വിദഗ്ധ സംഘം അവിടെയെത്തി ഭൂമിക്കടിയിൽ എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് വിശദമായ പരിശോധന നടത്തിയാൽ മാത്രമേ ആ കാര്യങ്ങളിൽ ഒരു വ്യക്തത കൈവരികയുള്ളൂ. വൈകാതെ തന്നെ അത് സംബന്ധിച്ച ഔദ്യോഗികമായ ഒരു വിശദീകരണം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ലഭ്യമാകുമെന്നാണ് സൂചന. ഡാൻ, വയനാടിന്റെ നിലവിലെ സാഹചര്യം തന്നെ നമ്മളെ ഏറെ ഉലച്ചതാണ്. അതേ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ പ്രകമ്പനം അല്ലെങ്കിൽ ഭൂമിക്കടിയിൽ നിന്ന് മുഴക്കവും ഉണ്ടായി എന്നുള്ള വിവരങ്ങൾ അവിടെ നിന്ന് പുറത്തു വരുന്നത്. ചെറിയൊരു സൂചന പോലും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുന്ന സാഹചര്യമല്ല. ജാഗ്രത അത് കൂടിയേ തീരൂ. നിലവിലെ ഒരു പശ്ചാത്തലത്തിൽ അത് പ്രത്യേകം പറയേണ്ടതുമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രകമ്പനം ഉണ്ടായി എന്നുള്ളത് അധികൃതർ സ്ഥിരീകരിച്ചു കഴിഞ്ഞോ ഡാൻ? സ്വാഭാവികമായി പ്രാഥമികമായ നടപടികൾ ആദ്യഘട്ടത്തിൽ തന്നെ പൂർത്തിയാക്കിയതിന് ശേഷമാണ് പ്രദേശവാസികളോട് സുരക്ഷാ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി മുൻകരുതൽ എന്ന വണ്ണം അവിടെ നിന്ന് മാറാനുള്ള ഒരു നിർദ്ദേശം നൽകിയത്. ആ നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് സ്കൂൾ കുട്ടികളെ അടക്കം സ്കൂളുകളിൽ നിന്ന് നിർബന്ധിച്ച് അവിടെ നിന്ന് അവരെ എല്ലാവരെയും മടക്കി അയക്കുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നതും. കാരണം ഇനിയൊരു ദുരന്തം കൂടി താങ്ങാനുള്ള ഒരു ശേഷി ഈ സാധാരണക്കാരായ മനുഷ്യർ താമസിക്കുന്ന വയനാടെന്ന മലയോര മേഖലയ്ക്കില്ല. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായ മുന്നൊരുക്കങ്ങൾ അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ മേഖലകളിലെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് രാവിലെ 10:15 10:30 ഇടയിൽ ഒരു തവണ കുറച്ച് സെക്കൻഡുകൾ മാത്രം നീണ്ടുനിന്ന ഈ പ്രകമ്പനം ഉണ്ടാകുന്നു. അതിന് പിന്നാലെ ചില വീടുകൾ വിറയ്ക്കുന്നതായി തോന്നിയെന്നാണ് പ്രദേശവാസികൾ നൽകുന്ന സൂചന. ഇടിമുഴക്കം പോലെ ശബ്ദം കേട്ടുവെന്ന് മറ്റു ചിലർ പറയുന്നു. പക്ഷേ ഇതിലൊന്നും കൃത്യമായൊരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. അതിൽ വ്യക്തത കൈവരേണ്ടതുണ്ട്. എന്തായാലും ജിയോളജിക്കൽ സർവേ ഉദ്യോഗസ്ഥർ ഈ സംഭവ സ്ഥലത്ത് എത്തി പ്രകമ്പനം കേട്ടു എന്ന് പറയുന്ന അമ്പലവയലിലെ ആ പർട്ടിക്കുലർ സ്ഥലത്തെത്തി വിശദമായ പരിശോധന വൈകാതെ നടത്തും. ആ പരിശോധനയിൽ നിന്ന് ലഭ്യമാകുന്ന ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നതിൽ കൃത്യമായ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വരൂ. അതുവരെ അതുമായി ബന്ധപ്പെട്ട് ഏറെ അഭ്യൂഹങ്ങൾ പ്രചരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് റവന്യൂ വകുപ്പും ജില്ലാ ഭരണകൂടവും. അതുകൊണ്ട് തന്നെയാണ് ഈ മുന്നൊരുക്കങ്ങൾ അല്ലെങ്കിൽ മുൻകരുതൽ എന്നതിന്റെ പേരിൽ സ്ഥലവാസികളെയും വിദ്യാർത്ഥികളെയും അടക്കം ആ സ്ഥലത്ത് നിന്ന് സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റാനുള്ള ഒരു തീരുമാനം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്.
ഡാൻ, നിലവിലൊരു സാഹചര്യത്തിൽ ഒരു മഴയോ ഒരു കാറ്റോ പോലും ഉണ്ടാകുന്നത് പോലും വയനാട്ടുകാരന്റെ നെഞ്ചിടിപ്പേറ്റുമെന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. കാരണം അത്രമാത്രം ദുരന്തം വിതച്ചൊരു നാടാണത്, അത്രമാത്രം കണ്ണീരൊഴുക്കിയ ഒരു നാട് അതിനടുത്തുണ്ട്. ഈ അമ്പലവയൽ എന്ന് പറയുന്ന സ്ഥലം, എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം നിലവിലെ നമ്മുടെ മുണ്ടക്കൈ, ചൂരൽമല തുടങ്ങിയ ദുരന്ത ഭൂമിയുടെ അടുത്താണോ ഡാൻ? ഞാൻ അവിടെ പോയിട്ടില്ല, പക്ഷേ കുറച്ച് ദൂരം ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മുടെ പ്രതിനിധി അല്പസമയത്തിനകം അവിടേക്ക് എത്തിച്ചേരും. കൃത്യമായി ഈ സംഭവം നടന്ന സ്ഥലത്ത് നിന്ന് തന്നെ അതിന്റെ വിശദമായ വിവരങ്ങൾ അല്പസമയത്തിനകം നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും. പക്ഷേ നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഒരു തവണ മാത്രമാണ് ഈ സ്ഥലത്ത് ഇങ്ങനെയൊരു അസ്വാഭാവികമായ ശബ്ദം, ഭൂമിക്കടിയിൽ നിന്നൊരു പ്രകമ്പനം കേട്ടതെന്ന് കൃത്യമായി തന്നെ അവർ സൂചന നൽകുന്നു. ഏതാനും സെക്കൻഡുകൾ അത് നീണ്ടുനിന്നു. അതിനുശേഷം പരിഭ്രാന്തരായ ജനങ്ങൾ ഈ വിവരം റവന്യൂ ഉദ്യോഗസ്ഥരെ അറിയിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ജിയോളജിക്കൽ സർവേ ഉദ്യോഗസ്ഥരുമായി റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ടത്. ഉടൻ തന്നെ അവർ സംഭവ സ്ഥലത്തേക്ക് റവന്യൂ ഉദ്യോഗസ്ഥർ എത്തി. അവിടെ നിന്ന് ഈ പ്രദേശത്ത് നിന്ന് ഈ ശബ്ദം കേട്ടുവെന്ന്, മുഴക്കം കേട്ടുവെന്ന് പറയുന്ന സ്ഥലത്തെ ആളുകളെ സുരക്ഷിതമായി മറ്റൊരു സ്ഥലത്തേക്ക് മാറാനുള്ള നിർദ്ദേശം നൽകുകയായിരുന്നു. വിദ്യാർത്ഥികൾ അടക്കം പഠിക്കുന്ന സ്കൂളുകൾ അടുത്തുണ്ട്. അതുകൊണ്ട് ഒരു മുൻകരുതൽ എന്ന വണ്ണം മാത്രമാണ് അവിടുന്ന് ഈ വിദ്യാർത്ഥികളെ നിർബന്ധിതമായി അവിടുന്ന് മടക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ സ്ഥിതിയെ വളരെ ഗൗരവതരമായി തന്നെയാണ് ജില്ലാ ഭരണകൂടവും സർക്കാരും നോക്കിക്കാണുന്നത്. അവിടെ കൃത്യമായ കൂടിയാലോചനകൾ നടക്കുന്നുണ്ട്. ജിയോളജിക്കൽ സർവേ ഉദ്യോഗസ്ഥർ വൈകാതെ തന്നെ സംഭവ സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തുമ്പോൾ മാത്രമേ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഉണ്ടാകുകയുള്ളൂ. ഡാന, ഈ അമ്പലവയൽ പഞ്ചായത്ത് അധികൃതരടക്കം നമ്മളോട് സംസാരിച്ചു കഴിഞ്ഞവരൊക്കെ കൃത്യമായി പറയുന്നത് വലിയൊരു ശബ്ദം കേട്ടു, ഒരു കുലുക്കം തങ്ങൾക്ക് അനുഭവപ്പെട്ടു എന്നാണ്. പക്ഷേ എന്തായാലും അതിനെക്കുറിച്ച് ശാസ്ത്രീയമായി ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ കഴിയുന്നവർക്ക് മാത്രമേ അവിടെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ